ലോക കേരള സഭയിലേക്കുള്ള ക്ഷണം നിരസിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ നേരിട്ടെത്തി ക്ഷണിച്ചെങ്കിലും ഗവർണർ നിരസിക്കുകയായിരുന്നു. മുൻ ലോക കേരള സഭകളിൽ ക്ഷണിച്ചിട്ടില്ലെന്നും ഇപ്പോൾ എന്ത് പ്രത്യേകതയെന്നും ഗവർണറുടെ മറുപടി. ചീഫ് സെക്രട്ടറി നേരിട്ട് രാജ്ഭവനിലെത്തി ലോക കേരള സഭയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരസിക്കുകയായിരുന്നു. മുൻകാലങ്ങളിൽ ലോക കേരള സഭയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. ഇത്തവണ എന്തിന് ക്ഷണിക്കുന്നു എന്നായിരുന്നു ഗവർണറുടെ മറുപടി. സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ വില കുറച്ച് കാണുകയാണെന്നും ഗവർണർ വിമർശിച്ചു. SFI പ്രവർത്തകർ ഗവർണറുടെ കാർ ആക്രമിച്ചപ്പോൾ അത് ജനാധിപത്യ പ്രതിഷേധമെന്നാണ് സർക്കാർ പറഞ്ഞത്. മന്ത്രിമാർ പോലും അക്രമികൾക്ക് കൈകൊടുത്ത് അഭിനന്ദിക്കുകയായിരുന്നു. സർക്കാർ കളിക്കുന്ന രാഷ്ട്രീയ നാടകത്തിന് താൻ എന്തിന് കൂട്ടുനിൽക്കണമെന്നും ഗവർണറുടെ വിമർശനം. 130 രാജ്യങ്ങളിലെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് വലിയ ആർഭാടപൂർവ്വം നടക്കുന്ന ലോക കേരള സഭയിൽ പ്രമുഖ വ്യവസായികൾ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ ധൂർത്ത് പരിപാടികളോട് എപ്പോഴും ഗവർണർ വിമർശനങ്ങൾ അറിയിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.